ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു Ashbicreations. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫാബ്രിക് റോക്കോട്ടിൻ്റെ ഫാബ്രിക്കാണ്. അപ്പോൾ നിങ്ങൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കട്ട് ബീഡ്സ് വേണം, അതേപോലെ ഷുഗർ ബീഡ്സ്, ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സീക്വൻസും. അപ്പോൾ ഈ ഒരു 3 ബീഡ്സുകൾ മാത്രം മതി, 2 ബീഡ്സും ഒരു സീക്വൻസും മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഡിസൈൻ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ഫസ്റ്റ്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഡിസൈൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനിലാട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നെക്ക് ഡിസൈൻ അളവ് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നെക്കൊക്കെ റൗണ്ട് നെക്കാണെങ്കിൽ അങ്ങനെ, വി നെക്കാണെങ്കിൽ അങ്ങനെ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കും അല്ലേ. അതിന് ശേഷം നമ്മുടെ ആ ഒരു പോർഷൻ്റെ അവിടുന്ന് കണ്ടോ, അവിടുന്ന് താഴേക്ക് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ വളച്ച് കൊണ്ടുവന്നിട്ട് താഴെ വരുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ലൈനിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അവിടുന്ന്, അതായത് നമ്മുടെ സെൻറ്റർ പോർഷൻ്റെ അവിടുന്ന് ലെഫ്റ്റും റൈറ്റും ഒരു 4 ഇഞ്ച് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. യോക്ക് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ ആ 14 ലെങ്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ബീഡ് വർക്കുകളാണ് വന്നിട്ടുള്ളത്. ബീഡ്സ് വർക്ക് സൈഡിൽ കണ്ടോ, കട്ട് ബീഡും ഷുഗർ ബീഡും ഒക്കെ നമ്മളിപ്പോൾ കാണിച്ചത് അതാണ് ചെയ്ത് കൊടുക്കേണ്ടത്. സെൻറ്ററിൽ സീക്വൻസ് വർക്കുകളാണ് ചെയ്ത് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇതേപോലെ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മെഷറിംഗ് ടേപ്പ് എടുത്തു കൊടുത്തു. ഞാൻ ആ നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടുന്ന് ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 4 ഇഞ്ചോളം നമുക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇവിടെ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 4 ഇഞ്ചോളം മാർക്ക് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്ത് പിടിച്ചു കൊടുക്കുക. അതായത് 14 ലെങ്താണ് നമുക്ക് വരുന്നത്. ഇവിടെ ഞാനിപ്പം നമ്മൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ കുറച്ച് വ്യത്യാസത്തിൽ ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 12 ഇഞ്ചോളം ആണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഏകദേശം ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുക. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു എഡ്ജ് പോർഷൻ വരുമ്പോൾ, അതായത് താഴത്തെ ആ ഒരു യോക്കിൻ്റെ താഴത്തെ ഭാഗത്ത് വരുമ്പോൾ ഒന്ന് ഒരു ഷേപ്പ് ചെയ്ത രീതിയിൽ ഒന്ന് വളച്ചെടുക്കുക. നമ്മൾ ലാലിലൊക്കെ എടുത്തതൊക്കെ നമ്മൾ ചെയ്യത്തില്ലേ, അതേപോലെ ഒരു ഷേപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഒന്ന് എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ അകത്താണ് ഈ വർക്കുകളൊക്കെ നമുക്ക് വരുന്നത്. ഇതേപോലെ ബീഡ്സ് വർക്കിന് വേണ്ടിയിട്ട് വി ഷേപ്പിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവില്ല, ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താൽ മതി. കാരണം ആ ഒരു ഭാഗം, ആ ഒരു വരച്ചിരിക്കുന്ന ആ ഒരു ഭാഗം കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. ബോർഡർ ലൈൻ മാത്രമേ നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള ആ സ്പേസ് കംപ്ലീറ്റ് നമ്മൾ ഇതേപോലത്തെ വർക്കുകൾ മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. സീക്വൻസ് വർക്കുകളാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും തന്നെ അടുപ്പിച്ചടുപ്പിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഫുള്ളായിട്ട് നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് വരച്ചെടുക്കാനാണെങ്കിലും ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു കർവ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഒരു അത്യാവശ്യം വളഞ്ഞ രീതിയിൽ വേണം വരച്ചു കൊടുക്കാനായിട്ട്. ആ ഒരു പിക്കിൽ കണ്ട പോലെ നീറ്റായിട്ട് വരച്ചെടുക്കുക. പിന്നെ സെൻറ്റർ പോർഷൻ്റെ അവിടുന്ന് ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് ലെഫ്റ്റും റൈറ്റും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതേപോലെ നമ്മൾ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മളങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, 2 സൈഡിലായിട്ടും. പിന്നെ അകത്താണ് ഫുള്ള് നമുക്ക് ഈ ഒരു വർക്ക് നമുക്ക് വരുന്നത്. അപ്പോൾ അതിനി എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം ആ ബോർഡർ ലൈനാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം. അപ്പോൾ അത് ആദ്യം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പം നോക്കുക, ഞാനിവിടെ എല്ലാം വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ആ ഒരു അറ്റം, അതായത് നമ്മുടെ ആ ഒരു ഡിസൈൻ വരച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു അറ്റത്ത് ഞാനൊരു ചെറിയൊരു കുഞ്ഞു ലൈനും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബീഡ് വർക്ക് 3 ലൈനായിട്ടാണ് നമുക്ക് വരുന്നത് അല്ലേ, പിക്ചറിൽ കണ്ടില്ലേ. അപ്പോൾ അതേപോലെ 3 ലൈനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം കട്ട് ബീഡാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ബീഡ് ഫസ്റ്റ് നമുക്കൊന്ന് കട്ട് ബീഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ കട്ട് ബീഡ് ഇപ്പം ഞാനൊരു കട്ട് ബീഡ് ഫിക്സ് ചെയ്തു. അതിൻ്റെ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ
ഒരു കട്ട് ബീഡും കൂടെ ഫിക്സ് ചെയ്ത് അതിന് അടുത്ത അരികത്തോട്ട് ചേർത്ത് ചെയ്ത് കൊടുക്കുന്നു. അടുത്തത് ചെയ്യുമ്പോൾ അതിൻ്റെ അരികത്തേക്ക് അങ്ങനെ നമ്മൾ അത്യാവശ്യം അടുപ്പിച്ചിട്ട് ആ ഒരു ലൈൻ ആദ്യത്തെ ഫസ്റ്റ് ബോർഡർ ഭാഗം നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നു. ഇത് തന്നെ നെക്കിലും ആണ് കേട്ടോ. നെക്കിലും നമ്മൾ ആ ഒരു നെക്കിൻ്റെ ബോർഡറിലും ഫസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഇതാണ്. അതിന് ശേഷം അപ്പുറം ഇപ്പുറം നമ്മൾ ഈ ഒരു ബീഡ് വർക്ക് തന്നെ വരുന്നുണ്ട്. സെൻറ്ററിലായിട്ട് നമുക്ക് ഷുഗർ ബീഡുമാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. കാണുമ്പോൾ നമുക്ക് വരയ്ക്കാനാണെങ്കിലും വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യാനാണെങ്കിലും വലിയ പ്രയാസമൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. പിന്നെ എന്താ പറയുക, കുറച്ച് 2-3-4 ദിവസം എടുക്കും എന്തായാലും. നമ്മൾ വർക്ക് ചെയ്ത് നമ്മളൊരാൾ മാത്രമാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ദിവസം എടുക്കും. നമ്മൾ വേറെ വർക്കേഴ്സിനെ വെച്ചിട്ട് ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 2-3-4 ദിവസം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാ ഒരു ബോർഡർ ലൈൻ നമ്മൾ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ബീഡ് വർക്ക്, അതായത് നമ്മുടെ റൗണ്ട് ബീഡ്സ്, ഷുഗർ ബീഡ് ഇതേപോലുള്ള ബാക്ക് സ്റ്റിച്ച് രീതിയിൽ തന്നെ അങ്ങ് ചെയ്തു പോവുക. അപ്പോൾ ആദ്യത്തെ ലൈനിൽ കട്ട് ബീഡ്, രണ്ടാമത്തെ ലൈന് ഷുഗർ ബീഡ്, മൂന്നാമത്തെ ലൈൻ വരുമ്പോൾ എന്തുവാ നമ്മുടെ കട്ട് ബീഡ് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ ആ ഒരു ബോർഡർ ഭാഗവും നെക്കും കംപ്ലീറ്റ് ആക്കി എടുക്കുക. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ തന്നെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബീഡ്സൊക്കെ നല്ല ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ടോ, മൂന്നാമത്തെ ലൈനിൽ ഞാനൊരു കട്ട് ബീഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നെക്കിൻ്റെ പോർഷനും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ അകത്തിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് സീക്വൻസും ബീഡ് വർക്കുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്താണെന്ന് നോക്കുക. ആദ്യം ഞാനൊരു 3 കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. 3 കട്ട് ബീഡും ഒരു സീക്വൻസും കൂടെ എടുക്കുകയാണ് കേട്ടോ. 3 കട്ട് ബീഡും ഒരു സീക്വൻസും കൂടെ ഇതെങ്ങനെ എടുത്തിട്ട് ആ ഒരു സൈഡിലേക്ക് നമ്മൾ വരച്ചു കൊടുത്തേക്കുന്നുണ്ട്, സൈഡിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മളൊരു 3 കട്ട് ബീഡും ഒരു സീക്വൻസും കൂടെ എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സെൻറ്ററിലായിട്ട് 3 കട്ട് ബീഡ്സും ഒരു സീക്വൻസും കൂടെ എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതല്ലേ. അപ്പോൾ എന്നിട്ട് പിന്നെ ആ ഒരു പോയിൻ്റ് ഭാഗത്തായിട്ട് നമ്മൾ ഒരു ഷുഗർ ബീഡ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി അടുത്തതും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ള നമ്പറാണ് കൊടുത്തിരിക്കുന്നത് സ്ക്രീനിൽ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സുകളൊക്കെയാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. നമുക്കിനി അടുത്ത ബാച്ച് 6th ബാച്ചാണ്. നമുക്ക് 6th ബാച്ച് വരെ നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിതാ ഈ ഒരു ബീഡ് വർക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത പോലെ ആ ഗ്യാപ്പുള്ളിടത്തൊക്കെ നമ്മളിതാ ആ ഒരു ഷുഗർ ബീഡില്ലേ അതൊന്ന് ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. നോക്കി, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനായിട്ടോ ഇത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യുക, ഫസ്റ്റ് ബോർഡർ ലൈൻ ചെക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ അകത്തുള്ള ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്